എല്ലാ പുതിയ വർഷത്തിലും നമ്മളൊക്കെ പുതിയ പ്ലാൻസും ചലഞ്ചസും ഫുൾ പ്ലാൻ ചെയ്യും. ബട്ട് അത് 2026 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ല, അതിന് മുൻപേ നമ്മൾ ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് ചില ഹാബിറ്റ്സ് ഉണ്ടാക്കണം. നമ്മളൊരു പുതിയ കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയാത്തത് അത് നമ്മളെ ഹാബിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലാത്തത് കൊണ്ടാണ്. അപ്പം ഞാൻ റീസെൻ്റ്ലി കുറേ ചലഞ്ച് വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും ഒരു 16 ഡേയ്സ് ചലഞ്ച് ട്രൈ ചെയ്യാമെന്ന്. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഈ ചലഞ്ച് എന്തിനു ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണം. വൈ വി ഡു ഇറ്റ്. ലൈഫ് എത്ര ബിസി ആണെങ്കിലും നമ്മുടെ ഹാബിറ്റ്സും ഡിസിപ്ലിനൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഓരോ മാറ്റങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തന്നെ ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുന്നത്. ഒരു 16 ഡേയ്സ് ചലഞ്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി ഞാൻ എൻ്റെ ഈ ഒരു വർഷത്തെ പ്ലാൻസ്, ഗോൾസ്, ഡെവലപ്മെൻറ്റ്സ്, അച്ചീവ്മെൻറ്റ്സ്, എവിടെയാണ് ഞാൻ ഡൗൺ ആയത് എല്ലാം അനലൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആകണം എന്ന് കരുതിയ കുറച്ച് ഏരിയാസാണ് ഇപ്പോൾ പറയുന്നത്. ഡെയിലി റീഡിംഗ് ആണ്. അതായത് ഞാൻ റീഡിംഗ് ഇപ്പോൾ കുറച്ച് സ്ലോ ആണ്. പിന്നെ വായിക്കുന്ന പേജസിൻ്റെ ഒക്കെ എണ്ണം കൂട്ടുക, ബുക്സിൻ്റെ എണ്ണം കൂട്ടുക, ഇതൊക്കെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ടാസ്ക് കംപ്ലീഷനാണ്. എൻ്റെ വർക്ക് റിലേറ്റഡ് ടാസ്ക് എല്ലാം എനിക്ക് ഡെയിലി കംപ്ലീറ്റ് ചെയ്ത് തീർക്കണം. ഓൾമോസ്റ്റ് ഞാൻ തീർക്കാറുണ്ട്, എങ്കിലും നാളത്തേക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വെക്കരുത് എന്നൊരാഗ്രഹമുണ്ട്. അടുത്തത് ലേണിംഗ് സംതിങ് ന്യൂ. ഓൾറെഡി ഞാൻ കുറച്ച് കോഴ്സസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും എന്നും എന്തെങ്കിലുമൊക്കെ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റും. പിന്നെ ജേർണലിംഗ് ആണ്. ഒരു ദിവസം 5 മിനിറ്റെങ്കിലും തോട്ട്സ്, ഫീലിങ്സ്, അച്ചീവ്മെൻറ്റ്സ്, സ്ട്രഗിൾസ് ഒക്കെ എഴുതി വെക്കുക, മൈൻഡ് ക്ലിയർ ആക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജേർണലിംഗ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. എല്ലാ ഡേയ്സും ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നിലവിൽ സാധിക്കില്ല. വീക്ക്ലി കുറച്ച് 2-3 ദിവസങ്ങളിലൊക്കെ ആയിട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇനി എല്ലാ ദിവസവും ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ പ്ലാൻസ് എല്ലാം ഈസി ആയി തോന്നും, ബട്ട് റിയൽ ചലഞ്ച് കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ടാണ് ഞാനൊരു ചെറിയ സിസ്റ്റം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടും പോകുന്നത്. ഓരോ ദിവസവും ഞാൻ എൻ്റെ ഹാബിറ്റ്സ് ചെക്ക് ചെയ്യും. റീഡ് ചെയ്തോ, പുതിയ കാര്യം പഠിച്ചോ, ടാസ്ക് കംപ്ലീറ്റ് ചെയ്തോ, സെൽഫ് കെയർ ചെയ്തോ, ജേർണലിംഗ് ചെയ്തോ, ഏതെങ്കിലും ഒരു സ്മോൾ ട്രാക്കറിൽ ഞാനിത് മാർക്കും ചെയ്യും. മിസ്സായാലും ഞാൻ എന്തായാലും പിന്നോട്ടേക്ക് നിൽക്കുന്നില്ല. അടുത്ത ദിവസം വീണ്ടും തുടങ്ങും. ബിക്കോസ് കൺസിസ്റ്റൻസി ഡസൻറ്റ് മീൻ പെർഫെക്റ്റ് എവറി ഡേ, ഇറ്റ് മീൻസ് നെവർ ഗിവിങ് അപ്പ്. ഞാൻ എത്ര ഇമ്പ്രൂവ് ആയി എന്നത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കും ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ലെറ്റ്സ് ഗ്രോ ടുഗെദർ വിത്ത് സ്മോൾ സ്റ്റെപ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു എവരിവൺ ഇൻ ദ നെക്സ്റ്റ് അപ്ഡേറ്റ്.